അതീവ ഗുരുതരമായ ശിക്ഷാമുറകൾ ഓരോന്നും ഇങ്ങനെ കണ്ട് വളരെ പ്രയാസത്തോടെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി ആ ഒച്ചപ്പാടുകളൊക്കെ അവസാനിച്ച് തേങ്ങുന്ന ശബ്ദമായി, മൂളുന്ന ശബ്ദമായി മാറുന്ന നേരത്ത് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു വചനം, ലാ തുദ്ലമു നഫ്സുൻ ശൈഅ, ഒരൊറ്റ ശരീരത്തിനും ഒരൽപ്പം പോലും ഇന്ന് അക്രമം നൽകപ്പെടുകയില്ല, അന്യായമായി ഒരു വിധി ആർക്കും വരികയില്ല. അല്ലാഹു ഏറ്റവും വലിയ നീതിമാനാണ്. നല്ല ശരീരങ്ങളാകട്ടെ, വടക്ക് പിടിച്ച ശരീരങ്ങളാകട്ടെ, എല്ലാവർക്കും ഉള്ള വിധി നീതിപൂർവകമാകും. ആരും ചെയ്ത ഒരു നല്ല സുഹൃതങ്ങളും അവിടെ കുറവായി വെട്ടിച്ചുരുക്കപ്പെടുകയില്ല. അവനാൻ ചെയ്ത സുഹൃതങ്ങളൊക്കെ കാണിക്കപ്പെടും. കാഫിരീങ്ങൾ ചെയ്ത സുഹൃതങ്ങളൊക്കെ അല്ലാഹു തആല നിരത്തി വെച്ചിങ്ങനെ കാണിച്ചു കൊടുത്തു. രോഗികളെ ശുശ്രൂഷിച്ചത്, വീടുണ്ടാക്കി കൊടുത്തത്, വെള്ളം നൽകിയത്, പ്രയാസഘട്ടങ്ങളിൽ സഹായിച്ചത്, സാധു സംരക്ഷണ ഫണ്ടിൽ വലിയ സഹായം നൽകിയത് തുടങ്ങി ഒട്ടനേകം സുഹൃതങ്ങൾ ദുനിയാവിൽ ചെയ്തത് മുഴുവനും ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നേർച്ചക്ക് സംഭാവന കൊടുത്തത്, മഖ്ബറയുടെ നേർച്ചപ്പെട്ടിയിൽ സംഭാവന ഇട്ടത്, അവിടെ ജാറം മൂടാൻ പല വസ്തുക്കളും കൊണ്ടുപോയി കാശ് കൊടുത്തു വാങ്ങി നേർച്ചയാക്കിയത്, വിശ്വാസികളല്ലാത്ത ആളുകൾ ചെയ്ത എല്ലാ സുഹൃതങ്ങളും കാണിച്ചു കൊടുത്ത് അല്ലാഹു തആല പറയും, ഇതൊക്കെ നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. പക്ഷേ ഇതിനൊക്കെ യഥാർത്ഥ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈമാൻ വേണ്ടിയിരുന്നു, വിശ്വാസം വേണ്ടിയിരുന്നു. ഈമാൻ ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നിഷ്ഫലമായി പോവുകയാണ്. ആഖിറത്തിൽ ഉപകരിക്കുന്ന തരത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ സന്തോഷത്തോടെ കൺകുളിർമയാർന്ന അമല് കണ്ട് ആസ്വദിക്കാൻ ഈമാനുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മുനാഫിക്കുകളും അവരുടെ അമലുകളുണ്ട്, നമുക്ക് സ്വർഗത്തിലൊക്കെ പോകാന്നൊക്കെ കരുതും. സുബ്ഹാനല്ലാഹ്, കുറച്ചു കഴിയുമ്പോ ആ അമല് മുഴുവനും പ്രകാശങ്ങളായി നിന്നത് കാർമേഘങ്ങളായി ഉയരും. അല്ലാഹു തആല പറയും, നിഷ്ഫലമായി പോയി. ഒരൊറ്റ പ്രവർത്തനവും കുറയാതെ മുഅ്മിനീങ്ങൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്ന ഒരു നേരമുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വല്ലാത്ത ഒരു സന്ദർഭമാണ്. ഇഷ്ടം പോലെ കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയ ആളുകൾ ഓരോരുത്തരുടെയും മുന്നിൽ അല്ലാഹു തആല അവര് ചെയ്തു വെച്ച കർമ്മങ്ങൾ എങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് നിൽക്കും. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലുള്ള അമലുകൾ കണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അന്തം വിട്ടുപോകും. ആകാശം മുട്ടി നിൽക്കുന്ന തരത്തിലുള്ള ഒരുപാട് കർമ്മങ്ങൾ, 100% ഇഖ്ലാസോടുകൂടെ ചെയ്ത അമലുകൾ, അന്തിപ്പാതിര നേരത്തും പാവങ്ങൾക്ക് വേണ്ടി ഒത്താശ ചെയ്തത്, വിധവകളായി വിഷമങ്ങൾ അനുഭവിക്കുന്ന സഹോദരിമാരുടെ വീടുകൾ അന്വേഷിച്ച് ചെയ്ത സേവനങ്ങൾ, നാടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളെ നേരിട്ടറിഞ്ഞ് ആരെയും സഹായത്തിന് കൂട്ടാതെ ഒറ്റക്ക് പോയി ചെയ്ത ഒരുപാട് സുഹൃതങ്ങൾ, മദീന മുനവ്വറയിലും മക്കത്തുൽ മുക്കറമയിലും സുഹൃതങ്ങളെ കൊണ്ട് പേരുകേട്ട വലിയ മഹാനുഭാവനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. വിശുദ്ധ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ശേഷമല്ല, നേരത്തെ അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഏറ്റുവാങ്ങി സമൂഹത്തിലേക്ക് അത് ഉത്ബോധിപ്പിക്കാൻ വേണ്ടി പോകാനുള്ള ഒരുക്കങ്ങളുമായി വരുമ്പോ വലിയൊരു ചുമതലയാണ് അല്ലാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തത്തിന്റെ ഖനമോർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ പരിഭ്രമത്തോടെ നിൽക്കുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ, അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹു ഒരിക്കലും തങ്ങളെ പരാജയപ്പെടുത്തുകയില്ല.
കാരണം തങ്ങൾക്കുള്ള ഗുണങ്ങൾ പരാജയത്തിന്റെ ഗുണങ്ങളല്ല, വിജയത്തിന്റെ ഗുണങ്ങളാണ്. ശേഷം എണ്ണിപ്പറയുന്ന അതേ ഒരു ഭാഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും അന്നത്തെ ആളുകൾ പറഞ്ഞത് കാണാം. ഇന്നക ലതസലുർ റഹിം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖ്രിൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. ഇതേ സ്വഭാവങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലും ഉണ്ടായിരുന്നു. വിശുദ്ധ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ശേഷമല്ല, നേരത്തെ തന്നെയുണ്ട്. ഇന്നക ലതസലുർ റഹിം. ഒരു മനുഷ്യൻ പരാജയപ്പെടാതിരിക്കാൻ അവനിൽ വേണ്ട സ്വഭാവങ്ങൾ എണ്ണിയപ്പോൾ നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്നു. ഏറ്റവും വലിയൊരു ഗുണമാണത്. കുടുംബ ബന്ധം ചേർത്ത് ജീവിക്കാൻ കഴിയുക എന്നുള്ളതൊരു മനുഷ്യന്റെ വലിയ ഭാഗ്യമാണ്. ബന്ധങ്ങളിൽ വിള്ളല് വരും, സ്വാഭാവികമാണ്. പക്ഷേ ചേർത്തു പോകാനുള്ള കഴിവാണ് വലിയ കഴിവ്. പിണങ്ങി നിൽക്കാനുള്ള കഴിവ് അതൊരു കഴിവല്ല. പിണങ്ങിയത് ചേർത്തുകൊണ്ട് സന്തോഷത്തോടെ പൊട്ടലും ചീറ്റലും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. കുടുംബം എന്ന അർത്ഥത്തിൽ വിശദീകരിക്കുമ്പോൾ അടുത്ത കുടുംബങ്ങളായി വരുന്നവർ എല്ലാവരും നല്ല ബന്ധങ്ങളിലാകണം, ഉറച്ച ബന്ധങ്ങളിൽ. അത് നിങ്ങളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ ഇതേ വചനം സിദ്ദീഖ് തങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. വതഹ്മിലുൽ കല്ല. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് അത് പൂർത്തീകരിച്ചു കൊടുക്കുന്നു. അത് വലിയൊരു കഴിവാണ്. അങ്ങനെയുള്ള ഒരാളെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ ശ്രമിച്ചാൽ കഴിയില്ല. കാരണം ജനങ്ങൾക്കിടയിലുള്ള പ്രയാസം, ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസം ഏറ്റെടുത്തുകൊണ്ട് പരിഹരിക്കാനുള്ള കഴിവ് നല്ല മനസ്ഥിതിയുള്ള ആളുകൾക്കേ ഉണ്ടാകും. ലുദ് ചെറിയൊരു അംശം പിടികൂടിയ ആളുകൾക്ക് അതിന് സാധിക്കൂല. പിശുക്ക്, ബുഖ്ല് പിടികൂടിയ ആളുകൾക്ക് സാധിക്കൂല മറ്റുള്ളവരെ പ്രയാസം ഏറ്റെടുക്കാൻ. ഇതായിരുന്നു പോകും. അല്ലാഹു തആല പരിഹാരം തരട്ടെ എന്ന് പറഞ്ഞു. എത്ര കഴിവുണ്ടായാണെങ്കിലും ആള് ബഖീലാണെങ്കിൽ മറ്റൊരാളെ പ്രയാസം ഏറ്റെടുത്ത് അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കഴിവും മനസ്സുണ്ടാകൂല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ ഉള്ള സ്വഭാവമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സ്വഭാവം തന്നെ. വതക്സിബുൽ മഅദൂം. ഒന്നുമില്ലാത്ത ആളുകൾക്ക് നിറയെ സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കും. ജീവിക്കാൻ വകുപ്പൊന്നുമില്ല, ജോലിക്ക് പോകാനൊന്നും കഴിയൂല, അയാൾക്ക് വേണ്ട ജീവിക്കാം. എന്തെങ്കിലുമൊക്കെ നിത്യ വരുമാനത്തിന് എന്തെങ്കിലുമൊക്കെ തുറന്നു കൊടുക്കും. അയാളെ ജീവിതം ഖൈറായ നിലക്ക് മുന്നോട്ട് പോട്ടെ. അല്ലെങ്കിൽ വരുമാനത്തിന് പറ്റുന്ന ഒരു മാർഗം അയാൾക്ക് വാങ്ങിക്കൊടുക്കുക, നിത്യ വരുമാനത്തിന് വേണ്ടിയിട്ട്. ഇല്ലാത്തവനാണ്, അശരണനാണ്, അവരെയാണ് പരിഗണിക്കേണ്ടത്, അവർക്കാണ് സമ്പാദ്യം കൊടുക്കേണ്ടത്. വതുഈനു അലാ നവാഇബിൽ ഹഖ്. സത്യത്തിന്റെ പേരിൽ വരുന്ന എല്ലാ വിപത്തുകളിലും ഉറച്ചു നിന്ന് സത്യത്തിന്റെ മാർഗത്തിന് വലിയ ശക്തിയും സഹായവും തങ്ങൾ പകരുന്നു. ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് ഒരു നിലക്കും നിങ്ങൾക്ക് വിഷമിക്കാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും അങ്ങനെ ഒരു ഭാഷ. മക്കയിലെ വലിയ കാരണവരായിരുന്ന ഇബ്നു ദുഗ്ന സിദ്ദീഖ് തങ്ങൾ മക്ക വിട്ടിട്ട് മറ്റു രാജ്യത്തിലേക്ക് ഹിജ്റ പോകുമ്പോ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞത് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നത് കാണാം. നിങ്ങൾ ഈ നാട് വിട്ടു പോകാൻ പാടില്ല, നിങ്ങളിൽ ഒരുപാട് ശ്രേഷ്ഠ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ എണ്ണി പറഞ്ഞു. അപ്പൊ ആ സിദ്ദീഖ് തങ്ങളുടെ 63 വർഷക്കാല ജീവിതത്തിലെ അമലുകൾ ആഖിറത്തിൽ നമ്മൾ കണ്ടാൽ സഹോദരങ്ങളെ വല്ലാത്ത സൗന്ദര്യമുള്ള കർമ്മങ്ങളാണ്. ഓരോരുത്തരും ആഗ്രഹിക്കും അതുപോലെ കർമ്മങ്ങൾ ചെയ്തില്ലല്ലോ. തീരെ കർമ്മങ്ങൾ ചെയ്യാൻ നേരം കിട്ടിയിട്ടും സമയം കളഞ്ഞു കുളിച്ച ആളുകൾ അവിടെ എത്തിയിട്ട് വിലപിക്കുന്ന ഒരു വിലാപമുണ്ട്. നമ്മളാരും അങ്ങനെ വിലപിക്കുന്ന സാധുക്കളായി മാറരുത്. എന്താണ് അവർ പറയുന്നത് എന്നറിയോ? യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. ഇന്നത്തെ ജീവിതത്തിന് വേണ്ടി ഞാനൊന്നും ഒരുക്കി തയ്യാറാക്കിയില്ലല്ലോ, പരലോകത്തിന് വേണ്ടി ഞാനൊന്നും മുന്തിച്ച് ചെയ്തില്ലല്ലോ.
സഹോദരങ്ങളെ, എല്ലാവരും ചെയ്തത് അത് അല്ലാഹു തആല ഫർളും സുന്നത്തുമായ അമലുകളൊക്കെ സ്വീകരിച്ചെങ്കിലല്ലേ നമുക്ക് ഭാഗ്യം ലഭിക്കുകയുള്ളൂ. സ്വീകരിക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ ഉള്ളതോടൊപ്പം നിറഞ്ഞ കർമ്മങ്ങൾ ചെയ്യണം. കർമ്മരംഗത്ത് എപ്പോഴും മുന്നോട്ട് നിൽക്കണം. ഞാൻ പറയട്ടെ, നമ്മുടെ ആളുകൾക്ക് കർമ്മ മേഖല കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കുന്നവർ എത്ര പേരുണ്ടാവും? കുറച്ചാളുണ്ടാവും. ഇശാഇന്റെ ജമാഅത്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവരാണോ സുന്നത്ത് നിസ്കരിക്കാതെ കൂടുതൽ? സുന്നത്ത് നിസ്കരിക്കുന്നവരാണോ കൂടുതൽ? പുറത്തേക്ക് ഇറങ്ങുന്നവരാ കൂടുതൽ. നമ്മുടെ മടി. ഭക്ഷണമൊക്കെ ഏതായാലും ഇവിടെ ഉണ്ടാവില്ല, ആരും കൊണ്ടുപോകില്ല. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ള മടി. ദുനിയാവ് മൊത്തം തരുന്നതിനേക്കാൾ ഖൈറായ വിലപിടിപ്പുള്ള സുന്നത്തുകളാണ്. സുബഹിക്ക് എണീറ്റാൽ ആകെ 2 റക്അത്ത് ഫർള് നിസ്കരിച്ച് മതിയാക്കും. അതിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. ഒരിക്കലും ഈ സുന്നത്തുകളൊന്നും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടില്ല. റവാത്തിബ് സുന്നത്തുകൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മറ്റൊരു സമയത്ത് തങ്ങൾ ഖളാ വീട്ടിയിട്ട് പോലുണ്ട്. ഇതിന്റെ മഹത്വമാണ്. ഒരു ദിവസം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. മുമ്പുള്ള സുന്നത്തും ശേഷമുള്ള സുന്നത്തൊക്കെ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കൽ. വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഉത്തമം. വീട്ടിൽ നിന്ന് നിസ്കരിക്കാന്ന് കരുതി പോയിട്ട് പള്ളിയിൽ നിന്നുമില്ല വീട്ടിൽ നിന്നുമില്ല അങ്ങനത്തെ ഹാലുണ്ടാക്കരുത്. ചിലര് പള്ളിയിൽ നിന്ന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കാന്ന് വീട്ടിലെത്തുമ്പോ ഇനി അടുത്ത വക്ത് മുതൽ പള്ളിയിൽ നിന്ന് തുടങ്ങാൻ. അപ്പൊ പിന്നെ ആ കരുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ചെയ്യലുണ്ടാവില്ല. അപ്പൊ എല്ലായിടത്തും നിസ്കരിച്ചു പോവാ. വീട്ടിൽ നിന്ന് ബാങ്ക് കൊടുത്ത ശേഷം മുമ്പുള്ള